നവരാത്രി ആഘോഷങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രങ്ങളിൽ. വിവിധ ആരാധനാലയങ്ങളിൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. രാവിലെ 2 മണിക്ക് പൂജയെടുക്കൽ ചടങ്ങുകൾ നടന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് സ്മിത ഹരിദാസ് ആണ് ചേരുന്നത്. സ്മിത, വെരി ഗുഡ് മോർണിംഗ്. കൊല്ലൂർ എന്ന് പറയുമ്പോൾ മലയാളികൾ ഏറെയുള്ള, ഏകദേശം കേരളം പോലെ തോന്നുന്ന സ്ഥലമാണ്. മാത്രവുമല്ല, വിദ്യാരംഭ ദിനത്തിൽ കൊല്ലൂരിലേക്കാണല്ലോ എല്ലാവരും ഉറ്റുനോക്കുന്നത്. അവിടുത്തെ ചടങ്ങുകൾ എങ്ങനെയാണ്? ചടങ്ങുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞല്ലോ. യെസ്, ഗുഡ് മോർണിംഗ് ക്രിസ്റ്റിന, ഉന്മേഷ്. രാവിലെ അതിരാവിലെ, അതായത് 3 മണിക്ക് തന്നെ ഇത്തവണ വിദ്യാരംഭ ചടങ്ങുകളെല്ലാം തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാലോ, കേരളത്തിൽ നിന്ന് വന്നവരൊക്കെ തന്നെ ഇന്നലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ പുഷ്പരഥോത്സവം ഉച്ചയ്ക്കായിരുന്നു, പതിവിന് വ്യത്യസ്തമായി ഉച്ചയ്ക്കായിരുന്നു. അപ്പോൾ അതിന് കഴിഞ്ഞതിന് ശേഷം ഇവിടെ തന്നെ രാത്രി മുഴുവനും ഭക്തർ കാത്തിരുന്ന് രാത്രിയിലെ ശിവേലിയും കഴിഞ്ഞ് പോയി അതിരാവിലെ തന്നെ 2 മണിക്ക് തന്നെ എഴുന്നേറ്റ് 3 മണിയായപ്പോൾ മുതൽ ഇവിടെ എഴുത്തിനിരുത്തുന്ന ചടങ്ങുകൾ തുടങ്ങിയിരിക്കുന്നു. കാരണം ഇത്തവണ 20,000-ലേറെ പേര് രജിസ്റ്റർ ചെയ്ത് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അതിലേറെ അപ്പോൾ പേരുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന, കുട്ടികളുടെ പേരുകൾ. അവർക്കൊപ്പം വരുന്ന മാതാപിതാക്കൾ, രക്ഷിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അങ്ങനെ ഭക്തർ ഒരുപാട് ഇങ്ങോട്ടേക്ക് ഇന്ന് അതിരാവിലെ തന്നെ ഒഴുകിയെത്തുന്നുണ്ട്. ഈ അതിരാവിലെയുള്ള കാഴ്ച കാണുമ്പോൾ തന്നെ അറിയാം, ഒരു വശത്ത് ക്ഷേത്രത്തിനകത്ത് കയറി ദർശനം നടത്താനുള്ള ക്യൂ ഉണ്ട്. അതോടൊപ്പം തന്നെ നടക്കലെല്ലാം തന്നെ ഈ പൂജ കർമ്മങ്ങൾ, അതായത് എഴുത്തിനിരുത്തൽ കഴിഞ്ഞിട്ട് നടക്കൽ വന്ന് തൊഴുത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ക്യൂവിൽ വലിയ നീണ്ട ക്യൂ ആണ്. കുറേ നേരമായി ഇവിടെ അത്രയും വലിയ ക്യൂ. നേരത്തെ ക്രിസ്റ്റീന പറഞ്ഞതുപോലെ തന്നെയാണ്, നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇത് മറ്റൊരു സംസ്ഥാനമാണ് എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാകാറില്ല. നമ്മുടെ 24-ൻ്റെ പ്രേക്ഷകരൊക്കെ തന്നെ നമ്മളിങ്ങനെ വരുമ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ നമ്മളോട് സ്നേഹാന്വേഷണങ്ങൾ പറയുന്നുണ്ട്. അവരെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ഇന്നിപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് വലിയ തിരക്ക് രാവിലെ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമുക്കറിയാം കേരളത്തിലും ഇവിടെയും 2 ദിവസമായിട്ടായിരുന്നു ഈ തിഥികളുടെ വ്യത്യസ്തം. അത് ഇത്തവണയും തിഥികളിൽ വ്യത്യാസമുണ്ടായിരുന്നു. തൃതീയ തിഥി 2 ദിവസം വന്നതുകൊണ്ട് 11-ാം നാളിലാണ് ഇവിടെ വരുന്നത്. എങ്കിൽ പോലും വിജയദശമി ദിവസം ഇന്ന് ഒരു ദിവസം മാത്രമേ എഴുത്തിനിരുത്തുന്ന ചടങ്ങുള്ളൂ, വിദ്യാരംഭ ചടങ്ങുള്ളൂ. അത് വലിയ തിരക്ക് തന്നെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ചെറുതായിട്ട് ഇവിടെ ഒരു മഴയുണ്ട്, പക്ഷെ മഴയൊന്നും നമുക്കറിയാം ഇവിടെയുള്ള ഭക്തർക്ക് മഴയൊന്നും ഒരു വിഷയമല്ല. ചാറ്റൽ മഴയൊക്കെ വകവയ്ക്കാതെ തന്നെ കുട്ടികളുമായി അതിരാവിലെ എത്തുന്നു, കുട്ടികളെ എഴുത്തിനിരുത്തുന്നു. ചില കുട്ടികളൊക്കെ ചെറിയ രീതിയിലുള്ള കരച്ചിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇന്നത്തെ ദിവസം നമുക്കറിയാം ഈ ദിവസം തുടങ്ങുക അതിപ്പോൾ വിദ്യാരംഭം മാത്രമല്ല, അത് അല്ലാതെ തന്നെ ലളിത കലകൾ, പാട്ട്, സംഗീതം, നൃത്തം, അതുപോലെ ഏത് രീതിയിലുള്ള കലകളും ആയോധന കലകളൊക്കെ തന്നെ പഠിക്കാൻ തുടങ്ങാനൊക്കെ ഇന്നത്തെ ദിവസമാണ്. സരസ്വതി മണ്ഡപത്തിന് മുന്നിൽ ഇവിടെയുള്ള ഈ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ ഇടതുവശത്തായിട്ടുള്ള സരസ്വതി മണ്ഡപത്തിൻ്റെ അവിടെ വന്നിട്ട് തൊഴുതാണ് അവരെല്ലാവരും അരിയിൽ എഴുതാനിരിക്കുന്നത്. മോതിരവിരൽ കൊണ്ട് എഴുതിക്കുന്നു. മോതിരം ഉപയോഗിച്ച് നാവിൽ ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു അത് എഴുതിച്ച് കഴിഞ്ഞ് ചില കുട്ടികൾ കരയുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവരങ്ങനെ പോകുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഉത്സവമാണെങ്കിലും ഈ 10 ദിവസം നവരാത്രി ഉത്സവത്തിന് ഇന്നലെയാണ് സമാപനമായത്. ആ പുഷ്പരഥോത്സവം കാണാൻ ഇത്തവണ ഈ ഓരോ ദിവസവും വരുന്ന വാർത്തകൾ കൊണ്ട് തിക്കും തിരക്കും കുറയ്ക്കാനായിട്ട് ഇത്തവണ ഇവിടെ കർശനമായ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് വലിയ രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഈ സ്വർണ്ണ നാണയങ്ങളൊക്കെ തന്നെ രഥോത്സവത്തിൻ്റെ അവിടെ നിന്ന് എറിഞ്ഞു കൊടുക്കുന്ന ആ ചടങ്ങ്, അതിന് പകരമായിട്ട് ഈ ഒരു ദക്ഷിണ പോലെ കയ്യിൽ കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഉണ്ടായത്. അപ്പോൾ തിരക്ക് നിയന്ത്രിക്കാൻ കർശനമായ നടപടികൾ ഉണ്ടെങ്കിൽ പോലും ഭക്തരുടെ വലിയൊരു ഒഴുക്ക്, കേരളത്തിലെ വലിയൊരു ഒഴുക്ക് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് സംസ്ഥാനത്ത് തന്നെയുള്ളവരുണ്ട്. ക്ഷേത്രം തന്ത്രി, പ്രധാന തന്ത്രി നിത്യാനന്ദ അടികയുടെ നേതൃത്വത്തിലാണ് ഇവിടെ എല്ലാവരും ഈ എഴുത്തിനിരുത്തുന്ന കർമ്മങ്ങൾ അരിയിൽ എഴുതിക്കുന്നു. അതിനുശേഷം ക്ഷേത്രത്തിനകത്ത് കടന്ന് കുട്ടിയെ തൊഴുവിക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്ക്, ഓരോ നേരം വെളുത്തു വന്നപ്പോഴേക്കും വലിയ തിരക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.